ഉപ്പുതറയിൽ യുവതിയെ ശുചിമുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ വളകോട് പാലക്കാവ് കടുവക്കാനം നെടുങ്ങഴിയിൽ ലാലി എന്ന ജോർജ് ജോസഫിന്റെ ഭാര്യ വസീനയെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവാണ് യുവതിയെ കത്തിക്കരിഞ്ഞ നിലയിൽ ആദ്യം കണ്ടത്. ഇന്ന് 12:30ഓടെയാണ് യുവതിയെ ശുചിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ലോഡിംഗ് തൊഴിലാളിയായ ഭർത്താവ് ജോർജ് രാവിലെ വളക്കോടിന് പോയ ശേഷമാണ് സംഭവം നടന്നത്. 12 മണിയോടെ ഭർത്താവ് തിരികെ എത്തിയപ്പോൾ ഭാര്യ വസീനയെ വീട്ടിൽ കണ്ടില്ല. വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ശുചിമുറിയിലെ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവിടെ എത്തി നോക്കിയപ്പോഴാണ് വസീന ഭിത്തിയെ ചാരി നിലത്തിരിക്കുന്ന രീതിയിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സമീപവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫിനെ വിവരമറിയിച്ചു. ജോർജ് ജോസഫ് പോലീസിലും വിവരമറിയിച്ചു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആദ്യ ഭാര്യയും മക്കളും ലാലിയെ ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ലാലി വസീനയെ 4 വർഷം മുൻപ് രജിസ്റ്റർ വിവാഹം കഴിക്കുന്നത്. വസീനയുടെയും 2ാം വിവാഹമാണ്. വസീനയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു. വർഷങ്ങളായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. വസീന കായംകുളം സ്വദേശിയാണ്. ഇരുവർക്കും മക്കളില്ല. ഉപ്പുതറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ലാലിക്ക് കൃഷിപ്പണിയും ലോഡിംഗുമാണ് ജോലി. ഏലത്തിന് മരുന്നടിക്കുന്ന പെട്രോൾ മോട്ടറിന് ഒഴിക്കാൻ വാങ്ങിവെച്ച പെട്രോൾ ഒഴിച്ചാകാം കത്തിച്ചതെന്നാണ് നിഗമനം. ആത്മഹത്യയാവാമെന്നാണ് പോലീസ് പറയുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ.